ഇനി തിരുവോണം പൂവാലെ തുമ്പപ്പൂവാലെ കളമെഴുതി മുറ്റം മാവേലി തമ്പ്രാനെത്താനേ. സജീവ് ഞങ്ങളുടെ കൊല്ലംകാരനാണ്. വിദ്യാർത്ഥി ആയിരുന്ന കാലം മുതലുള്ള സൗഹൃദമാണ് ഇവരെല്ലാം ആയിട്ടുള്ളത്. അപ്പോൾ ഇവർ പല കാര്യങ്ങളിലും എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സജീവമായി എൻ്റെ 2 ഇലക്ഷനിലും അതിൻ്റെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ UDF-ൻ്റെ പ്രധാന പരസ്യവാചകം തന്നതും ഇവരുടെ പരസ്യ കമ്പനി തന്നെയാണ്, നമ്മുടെ പോളിഗൺ ഐ മീഡിയ. അപ്പോൾ പക്ഷേ അവരിങ്ങനെ ഒരു ദിവസം വന്നിട്ട് നമുക്ക് ഓണമാണ്, ഒരു പാട്ട് വേണം, നോക്കിങ്ങനെന്താ ഓണത്തിന് പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആവശ്യം പറഞ്ഞത്. ആ പാട്ട് എന്നോട് പാടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അത്യാവശ്യം മൂളി പാട്ടൊക്കെ പാടി നടക്കുന്നതല്ലാതെ പാട്ടുകാരില്ലാത്ത സ്ഥലം നോക്കി പാട്ട് പാടുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെ പാട്ട് സ്റ്റുഡിയോയിൽ പാടാൻ പാകത്തിൽ അത് നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ല പാട്ടുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് അത് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. രാഹുൽ ഉണ്ടായിരുന്നു, സാബു ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ പിന്നാലെ കൂടി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത ഓഫർ അവർ വെച്ചു. അവർ പറഞ്ഞു ജെക്സ് ബിജോയ് ഇത് സംഗീതം ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജെക്സ് ബിജോയ് എന്നെ കൊണ്ട് പാടിക്കുമോ എന്ന് ചോദിച്ചു. ജെക്സ് ബിജോയെ പോലെ ഒരു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഇപ്പോൾ ഇറങ്ങിയ അതാണ് പറഞ്ഞത് എല്ലാ സിനിമയിലും തുടക്കം ഇന്നലെ ഇറങ്ങിയ ഖലീഫ, ഇനി ഇറങ്ങാൻ പോകുന്ന ദുൽഖറിൻ്റെ 3-ാം തീയതി ഇറങ്ങുന്ന പടം എല്ലാം ചെയ്യുന്ന അത് എന്നെ കൊണ്ട് പാടിക്കുമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ്, പുള്ളി റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഹരിനാരായൺ വരികൾ എഴുതി. അതിനുശേഷം ഇത് പഠിക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ജെയ്ക്സിൻ്റെ ഒരു ചീഫിനെ, നമ്മുടെ അഖിൽ തിരുവനന്തപുരത്തുകാരനാണ്, ജെയ്ക്സിൻ്റെ ഇപ്പോൾ എല്ലാം നോക്കുന്ന ചീഫാണ്, അദ്ദേഹം ഈ പാട്ട് പറഞ്ഞു തരാൻ എൻ്റെ തിരുവനന്തപുരത്തെ നിളയിൽ വന്നു. ഒരു ദിവസം രാത്രി വന്നു, പുള്ളി ഇതൊക്കെ ഏൽപ്പിച്ചു, വരിയെല്ലാം തന്നു, പാട്ട് പറഞ്ഞു തന്നു, അത് പഠിക്കണം. അടുത്ത ദിവസം രാത്രിയിൽ എനിക്ക് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, നമ്മുടെ സതീഷ് ബാബു പയ്യന്നൂരിൻ്റെ പേരിലുള്ള അവാർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വരാം, രാത്രിയിൽ വരാം, കാരണം ഈ പത്രക്കാരും എല്ലാം വന്ന് ഇത് പിടിച്ച് ഇത് കുളവുകയാണെങ്കിൽ പാട്ട് പുറത്ത് വരുന്നതിന് മുമ്പേ ട്രോളാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് രാത്രിയിൽ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. 10:30 വന്നു. ഞങ്ങളൊരു 1 മണി വരെ കൊണ്ട് പാട്ട് തീർത്തു. ജെയ്ക്സ് ഞങ്ങളോടൊപ്പം പൂർണ്ണമായിട്ട് നിന്നു. അപ്പോൾ അതിനാദ്യം ജെയ്ക്സിനോട് നന്ദി പറയുന്നു, ഹരിനാരായണനോട് നന്ദി പറയുന്നു, സജീവും ജോണും രാഹുലും ഇതിന് മുൻകൈ എടുത്തു, സാബു എല്ലാം പറയുന്നുണ്ട്. പാട്ടൊക്കെ ഒരുമാതിരി അത്യാവശ്യമായി എന്ന് തോന്നിയപ്പോഴാണ് ഒരു ധൈര്യം വന്നത് പാടിക്കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് ആരെ കൊണ്ട് ചെയ്യിക്കണം? അപ്പോഴാണ് ദിജോ നമ്മൾ സംസാരിച്ചാൽ തയ്യാറാകും എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിനേക്കാളും സന്തോഷം. ദിജോയോട് എല്ലാവരും പറഞ്ഞ പോലെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഇപ്പോൾ ദില്ലിയിലെ സമരം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജനഗണമനയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്, സ്വാഭാവികം. അപ്പോൾ അദ്ദേഹത്തിന് തിരക്കുള്ള ഒരു സംവിധായകൻ തിരക്കെല്ലാം മാറ്റിവെച്ച് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി. ഞാൻ ആകെ അവിടെ പോയി ഒരു 3-4 മണിക്കൂർ പാടി പോരുന്നതല്ലാതെ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് ഈ പാട്ട് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇന്നാണ് കേട്ടത്. മനോഹരമായ ഒരു ദൃശ്യ ആവിഷ്കാരമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. ബാക്കിയൊന്നും പറയാനില്ല. ബാക്കി ഓണമാണ്, എല്ലാവർക്കും ആഘോഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സന്തോഷവും കൂടി പങ്കുവയ്ക്കുന്നു. എന്നോട് സെക്രട്ടറി പറഞ്ഞ 2 വരി പാടണമെന്ന് പറഞ്ഞു. ഞാൻ പനിയായി ഒച്ചയൊക്കെ അടച്ചിരിക്കുകയാണ്. കലിലൂടെ പാടുന്നേ കനവുഞ്ഞാലാടുന്നേ പുതുപൊൻകോടി ചൂടുന്നേ ചിറകഞ്ചും പൂത്തുമ്പി മനമാകെ നിലാവായി ആഘോഷരാവായി ആകാശമാകെ ഓണക്കുടമാറ്റം. താങ്ക് യു. ഇനി തിരുവോണം കരിവില്ലോടെ പാടുന്നേ കനവുഞ്ഞാലാടുന്നേ പുതുപൊൻകോടി ചൂടുന്നേ ചിറകഞ്ചും പൂത്തുമ്പി. ആദ്യമേ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മിനിസ്റ്റർ പറഞ്ഞ പോലെ മിനിസ്റ്റർ പറഞ്ഞു പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പാടാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അവിടെ 1 മണിക്കൂർ എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്.
ഞങ്ങൾ അഭിനയിക്കാൻ വേണ്ടി ഒരു ചോദിച്ചിട്ട് 10 മിനിറ്റ് കിട്ടിയില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മളിതെല്ലാം മിനിഞ്ഞാന്നാണ് ഷൂട്ട് ചെയ്തത്. വളരെ പെട്ടെന്ന് ഇത്രയും ഗംഭീരമായിട്ട് സത്യം പറഞ്ഞത് രാഹുലും സജീവ് മാഷും വക്കീലൊക്കെ ജസ്റ്റ് ഇങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങനൊരു നമ്മുടെ സിനിമാ മന്ത്രി വിഷ്ണു സാർ പാടുന്നു എന്ന് പറഞ്ഞിട്ട് അത് ജെയ്ക്സ് എനിക്ക് പാട്ട് വെച്ചു തന്നു. പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, പക്ഷെ സമയം നമുക്ക് വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ആഡ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന മൊമെന്റിൽ നമ്മളൊരു തീരുമാനം എടുത്തു. പക്ഷെ അന്നും ഞങ്ങൾ ചോദിച്ചത് സാറിനെ ഒരു ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് വളരെ 20 മിനിറ്റ് എങ്ങാണ്ട് തികച്ച് കിട്ടിയില്ല. അതേ ദിവസം തന്നെ ഞങ്ങൾ ഹിൽ പാലസിൽ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ മിനിസ്റ്റർ തിരക്കാണ് നമുക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു ഇത് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് നമുക്കതിൽ ആഡ് ചെയ്ത് ഇപ്പൊ മിനിസ്റ്റർ പാടിയതുപോലെ തന്നെ മിനിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് പേഴ്സണലി അവിടെ വരാൻ പറ്റിയില്ല, പക്ഷെ എങ്കിലും നമ്മുടെ ടീം ആ സമയത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാറ് തീർക്കാൻ. അപ്പൊ ഞങ്ങൾ ഹിൽ പാലസിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാവരും സഹകരിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആസ് എ ടീം എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ഹിൽ പാലസ് നമുക്ക് വഴിയൊക്കെ മിനിസ്റ്റർ വിളിച്ച് അങ്ങനെ എല്ലാം നമ്മൾ വളരെ പെട്ടെന്ന് എല്ലാവർക്കും സഹകരിച്ചു. ഇപ്പോൾ ജെയ്ക്സ് ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും ആസ് എ ടീം ശരിക്കും പറഞ്ഞാൽ ചെയ്തതാണ്. അതിന് ഒരുപാട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് താങ്ക് യു മിനിസ്റ്റർ ഫോർ ഞങ്ങൾക്ക് ഒരു മുന്നോട്ട്, ഇനി ഇതൊരു തുടക്കമാവട്ടെ, മുന്നോട്ട് ഇതുപോലെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.